നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുറച്ച് പേർക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ, ഈ ഒരു തമ്മിൽ കാണുമ്പോൾ അറിയാം. പലരും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ടിട്ടുള്ളതാണ്. കിച്ചൂസ് ഉണ്ടാക്കിയ റാപ്പാണ് ചപ്പാത്തി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് പനീർ യൂസ് ചെയ്യാം, പിന്നെ അല്ല വേറെ വെജ് ഓപ്ഷൻസ് പനീർ യൂസ് ചെയ്യാം. അപ്പോ കിച്ചൂസ് പറഞ്ഞത്, പിന്നെ ഓപ്ഷൻസ് പറഞ്ഞു തന്നത് പനീറും അതുപോലെ ടോഫു, പിന്നെന്താണ് കോളിഫ്ലവർ, മിക്സഡ് വെജിറ്റബിൾ, പിന്നെന്താ പിന്നെ ബീഫ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഫ് യൂസ് ചെയ്യാം, പ്രോൺസ്, സീ ഫുഡ് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും കൊണ്ടുപോകാനും അതുപോലെ തന്നെ വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഏത് സമയത്താണോ നമുക്ക് സമയമുള്ളത് ആ സമയത്ത് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാം, ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ കുക്കിങ്ങിൽ മാത്രമേ ഇപ്പോൾ കിച്ചൂസ് ഉള്ളൂ. കിച്ചൂസ് ഇൻട്രോ ഒക്കെ പറയാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളൊക്കെ വരും. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കമൻസ് വരുന്നുണ്ട് ലൈവ് വരൂ, അപ്പോൾ കിച്ചൂസിനെയും ചേട്ടനെയും കൂടി ചേർത്ത് വേണം ലൈവ് വരാൻ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും വരുമ്പോൾ ഒരു ദിവസം നമുക്ക് ലൈവ് ഒക്കെ വരാം കേട്ടോ. എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ലൈവ് വരുന്ന കാര്യം. അപ്പോൾ എന്തായാലും വൈകാതെ ഞങ്ങളൊരു ലൈവ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിച്ചൂസിൻ്റെ ഒരു റാപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്കാണ്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് മാത്രം ആഡ് ചെയ്താലും മതി. നമ്മളിപ്പോൾ അതെൻ്റെ പ്രിഫറൻസ്, ഗാർലിക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ജിഞ്ചർ പേസ്റ്റ് മാത്രം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലവർ 2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി മുഴുവൻ ഇടാം. എന്താണെന്ന് വെച്ചാൽ എരിവ് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ 1.25 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക. ഇനി ഒരു മുട്ട ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കാം. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഒറിഗാനോ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ. ഇതെന്താണ് വെടിക്കിട്ട് കഴിഞ്ഞ പോലെ ആവട്ടോ. വേണ്ട മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ് ഒറിഗാനോ ചേർക്കുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു 10 മിനിറ്റെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക. 10 മിനിറ്റിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ആ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ആക്ച്വലി എൻ്റെ റെസിപ്പിയാണ്, പക്ഷേ മെഷർമെൻ്റ് ഒക്കെ ഞാൻ മറന്നു. അപ്പോൾ കിച്ചൂസ് അന്ന് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ ഞാനത് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ പലരും ആവശ്യപ്പെട്ടിരുന്നു അവർ റെസിപ്പി ഉടനെ തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കിച്ചൂസിന് ക്ലാസ് ഇല്ലാത്ത ദിവസം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ചെയ്യാൻ വൈകിയത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഈ സമയത്ത് ക്യാരറ്റ് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ പറയാട്ടോ ഏതൊക്കെ വെജിറ്റബിൾസാണ് എടുക്കുന്നതെന്നുള്ളത്. ഇത് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് എടുക്കുന്ന പച്ചക്കറികൾ, സവോള എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ക്യാരറ്റ് ചേർക്കാം, തക്കാളി ചേർക്കാം, ബ്രോക്കോളി ചേർക്കാം, ലെറ്റ്യൂസ് ചേർക്കാം. അങ്ങനെ പല വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇത് 3 എടുക്കുന്നത്. അപ്പോൾ കിച്ചൂസ് ഇപ്പോൾ ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരും. കിച്ചൂസിൻ്റെ സ്റ്റൈൽ ഓഫ് കട്ടിങ് ഇങ്ങനെ കട്ട് ചെയ്യും. നല്ല സീഡ്സ് റിമൂവ് ചെയ്യും. അതിനുശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന പോലെ കട്ട് ചെയ്യും. അങ്ങനെയല്ല തീർച്ചയില്ല ഞാൻ
തിന്നായിട്ടാണോ ചെറിയ തിക്നെസ്സിലാണോ? ചെറിയ സ്ക്വയർ പീസ്. ഇതേപോലത്തെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. എങ്ങോട്ട് കൊണ്ടുപോകും? എൻ്റെ കൈ മൊത്തം പിങ്ക് കളറാ. ഇതേപോലത്തെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. അത് ബൗളിലേക്ക് ആക്കുക. അപ്പോൾ കിച്ചൂസ് ഇതാ ക്യാപ്സിക്കം മുഴുവൻ കട്ട് ചെയ്ത് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സവോളയും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ സൗണ്ടൊക്കെ വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചിക്കൻ കറി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് രാജീവേണ്ണ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും 3 കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ വെറുതെ സംസാരിക്കുന്നേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സവോളയും ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിക്കുക. വലിയ ക്യൂബ്സ് അല്ല, ചെറിയ ക്യൂബ്സ്. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്ത ചെറിയ പീസാവും. അപ്പോൾ സവോളയും നമ്മുടെ ക്യാപ്സിക്കത്തിലേക്ക്, ക്യാപ്സിക്കം ഇട്ട് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് മാറ്റാം. ഇനി ക്യാബേജ്. അപ്പോൾ ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്യണം. ക്യാരറ്റ് നീളത്തിലെടുത്ത് കുഞ്ഞു ക്യൂബ്സ് ആയിട്ട്. അതൊക്കെ ഉണ്ടാവും. മിക്കവാറും ഈ ഒരു കുക്കിംഗ് കഴിയുമ്പോൾ ഞങ്ങളിവിടെ അടുക്കള പൊളിച്ചു പണിയേണ്ടി വരും. അത് നടുക്ക് വെച്ച് കട്ട് ചെയ്യും. അതിനുശേഷം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കറി ഉണ്ടാക്കാൻ എടുത്തിട്ട് ബാക്കി വെച്ചിരുന്ന ക്യാബേജാണ്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയൊന്നും ഇല്ലാതിരിക്കുന്നത് ക്യാബേജ്. അപ്പോൾ ഈ ഒരു വലുപ്പം മതിയാവോ? അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത് അവിടെ എത്തുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നു. ഭയങ്കര അങ്ങനെ കട്ട് ചെയ്യണോ? കുക്ക് ചെയ്യുന്ന ആള് പറയുന്ന പോലെ നമ്മൾ കേട്ട് അനുസരിച്ച് നിൽക്കുക. ഷവർമയിലുള്ള പോലെ ഈ ചെറിയ ചെറിയ പീസായിട്ടായിരിക്കും കിട്ടാൻ മതി. അപ്പോൾ ഇത് നമുക്ക് ക്യാബേജും സവോളയും ക്യാപ്സിക്കവും എല്ലാം ഒരുമിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിലേക്ക് ഇനി കുറച്ച് സോസുകളും മയണൈസും ഒക്കെ ആഡ് ചെയ്യാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് മാത്രം ചേർക്കാം. ഇതിപ്പോൾ ഈ ഫില്ലിങ്ങിൽ ഒരു ഇത്തിരി കൂടി വെറൈറ്റിയും ടേസ്റ്റ് ആകാൻ വേണ്ടിയാണ് ഈ സോസസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ വേഗം വേഗം കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഒന്നും വേണ്ട. ഉപ്പും കുരുമുളക് പൊടി ഒക്കെ മയണൈസിൽ ആവശ്യത്തിന്. സാധാരണ മയണൈസ് ആണെങ്കിൽ ഉപ്പ് കുരുമുളക് പൊടി വേറെ എന്തെങ്കിലും മസാല പൗഡേഴ്സ് എന്തെങ്കിലും സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യും. ഇത് ചില്ലി സോസ് ഇല്ലാതെ കിച്ചൂസിന് വേറെ ഒരു പരിപാടിയില്ല. ചില്ലി സോസും ഞാൻ സ്പൈസി ഫുഡിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൽ വേറെ ഇറ്റാലിയൻ സ്പൈസസ് ഹെർബ്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മളിപ്പോൾ ഒറിഗാനോ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ട എന്നെ എല്ലാവരും കൂടി ഒറിഗാനോ മുഴുവൻ വാരിയിട്ട കുട്ടികളെ മോശമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയും. എന്തിനാ? ബോഡിക്കാണല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീമി ആയിട്ടിരിക്കും. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എണ്ണ വെച്ചോട്ടെ. ഇതിപ്പോൾ ഒരു സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് സാലഡ് പോലെ. അപ്പോൾ നമ്മളിതാ ചിക്കൻ ഇതുപോലെ കുറച്ച് ഓട്സിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഓട്സ് കൊണ്ട് കവർ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ചെയ്യാം, ഡീപ്പ് ഫ്രൈ ചെയ്യാം. കുറച്ചുകൂടി നല്ലത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓട്സിലൊന്ന് കോട്ട് ചെയ്യുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതുപോലെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഇൻസൈഡ് ഒന്ന് കുക്കാവണം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും, അധികം സമയം എടുക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് പീസേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇത് എത്രത്തോളം മൊരിയണം എന്നുള്ളതനുസരിച്ച് നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് കളർ മാറിപ്പോകണ്ട. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതെ, ഇതിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിൽ ഹാഫ് കുക്ക് ചെയ്ത് ഒരു സൈഡ് ഫുൾ കുക്കിങ് ചെയ്തിട്ടുണ്ട്. ഫുൾ കുക്ക് ചെയ്ത സൈഡിൽ നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് ഫോൾഡ് ചെയ്ത് റാപ്പ് ചെയ്തെടുക്കും. പിസ്സ ടോപ്പിംഗ്. ഇതിന് പകരം ടൊമാറ്റോ സോസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാമല്ലോ. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ്, ചില്ലി സോസ് വേണ്ട, പിള്ളേർ എരിഞ്ഞ് വലിയ ആൾക്കാർക്ക് കഴിക്കാം. അതെ, വലിയ ആൾക്കാർക്ക് കഴിക്കാം. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റഫിങ്, വെജിറ്റബിൾ സ്റ്റഫിങ്. ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്യണത് ഒരു ബൊറീറ്റോൻ്റെ സ്റ്റൈലിലാണ്. ചിക്കൻ ഇത് കണ്ടിട്ട് ബീഫായിട്ട് അതിന്റെ മുകളിൽ നമ്മള് ഫ്രൈ ചെയ്ത് ചിക്കൻ പീസ് വെച്ചു. ഇനി ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളാണ് ഉണ്ടാവുക നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ വലിപ്പം അതനുസരിച്ച് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ ബോൺലെസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിങ്ങനെ 2 സൈഡ് എടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അത് വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് വെക്കാം. ഇനി വേറെ അടുത്ത ചപ്പാത്തി എടുക്കാം. അടുത്ത ചപ്പാത്തി എടുത്തിട്ട് എൻ്റെ ഹാഫ് കുക്ക് എവിടെയാണ്, ഫുൾ കുക്ക് എവിടെയാണ്. നമ്മൾ നമ്മുടെ റാപ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് പാനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തിയുടെ ഔട്ട് സൈഡ്, ഇപ്പോൾ പുറം ഭാഗം വന്നിരിക്കുന്നത് നമ്മൾ ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ളത്, അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഔട്ട് സൈഡ് ഗ്രില്ല് ചെയ്ത പോലത്തെ ഒരു പാറ്റേൺ ഒക്കെ വരാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ചപ്പാത്തി പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അധികമൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ മതി. അതിലേക്ക് ഒരു റാപ്പ് വെച്ച് കൊടുക്കുക. 2 റാപ്പായിട്ടും പറ്റാം. 2 മതി. രണ്ട് സൈഡും ഒരേപോലെ ചൂടാവണം. കുക്കാവണം. ഓക്കെ. കുക്കാവണതിന് മുന്നേ തിരിക്കില്ല, അപ്പോൾ കുക്കാവട്ടെ. ഒരു റാപ്പ് എടുത്ത് ജസ്റ്റ് അടിഭാഗം നോക്കാം. എന്തോ നോക്കാൻ പാടില്ല. എനിക്ക് ഇറങ്ങി സപ്പോർട്ട് തിരിച്ചിട്ട് ചെതറിപ്പോയിരിക്കും. കയ്യ കൂടെ ഇതുപോലത്തെ ഡോട്ടും പാറ്റേണൊക്കെ വരുമ്പോൾ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഔട്ട് സൈഡ് ക്രിസ്പി ആവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്പി ചിക്കൻ റാപ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം, ഡിന്നറായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാം. സൺഡേ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.